കാലാവസ്ഥയിൽ മാറ്റം വന്നതോടെ പല പ്രദേശങ്ങളിലും ഡെങ്കിപ്പനി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈഡിസ് ഈജിപ്തി എന്ന കൊതുകുകളിൽ നിന്ന് പകരുന്ന വൈറസ് രോഗമാണിത്. മഴക്കാലമാകുന്നതോടെ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണവും വളരെയധികം കൂടാറുണ്ട്. ഇന്ത്യയിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രോഗത്തിൻ്റെ തുടക്കത്തിൽ പ്ലേറ്റ്ലെറ്റുകൾ കുറയില്ലെങ്കിലും പതുക്കെ ഗണ്യമായ കുറവിലേക്ക് നയിക്കും. അതികഠിനമായ തലവേദനയും പനിയും ശരീരവേദനയുമൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. രോഗാണുക്കൾ ശുദ്ധജലത്തിൽ വളരുന്ന ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പകൽ സമയത്താണ് ഇവ മനുഷ്യരെ കടിക്കുന്നത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ 2 മുതൽ 7 ദിവസങ്ങൾക്കകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. 4 തരം അണുക്കളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഡെങ്കിപ്പനിക്ക് 3 തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. സാധാരണ ഡെങ്കിപ്പനി, ക്ലാസിക് ഡെങ്കിപ്പനി, രക്തസ്രാവത്തോടെയുള്ള ഡെങ്കിപ്പനി, ഡെങ്കി ഹെമറേജിക് ഫീവർ, ആഘാതാവസ്ഥയോട് കൂടിയ ഡെങ്കിപ്പനി, ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നിങ്ങനെയാണ് ഡെങ്കിപ്പനിയെ തരംതിരിച്ചിട്ടുള്ളത്. ഡെങ്കിപ്പനി ബാധിച്ച രോഗിയിൽ നിന്നും ഈഡിസ് ഇനത്തിൽപ്പെട്ട പെൺകൊതുകുകൾ രക്തം കുടിക്കുന്നതോടെ രോഗാണുക്കളായ വൈറസുകൾ കൊതുകുകളിൽ കടക്കുന്നു. 8 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ വൈറസുകൾ കൊതുകിൻ്റെ ഉമിനീർ ഗ്രന്ഥിയിൽ പ്രവേശിക്കുന്നു. ഈ കൊതുകുകൾ ആരോഗ്യമുള്ള ഒരാളിൻ്റെ രക്തം കുടിക്കുന്നതോടൊപ്പം രോഗാണുക്കൾ മുറിവിലൂടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ എത്തി 3 മുതൽ 14 ദിവസം കഴിയുമ്പോൾ ശരാശരി 3 മുതൽ 4 ദിവസം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനിയാണ് പകർച്ചവ്യാധികളിലെ പ്രധാന ലക്ഷണം. കോവിഡിനും ഡെങ്കിപ്പനിക്കുമൊക്കെ ഈ ലക്ഷണങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനി വൈറസ് ശരീരത്തിൽ കയറിയാൽ 5 മുതൽ 8 ദിവസമെടുത്താണ് രോഗം പുറത്തേക്ക് വരുന്നത്. ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ: അതിതീവ്രമായ പനി, 104 ഡിഗ്രി വരെ പനിയാകാം, കടുത്ത തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, കടുത്ത ശരീരവേദന, തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ, ഛർദിയും ഓക്കാനവും. എങ്ങനെ ഈ രോഗം തടയാം? കൃത്യമായ ശ്രദ്ധയുണ്ടെങ്കിൽ ഡെങ്കിപ്പനി രോഗവ്യാപനം തടയാൻ സാധിക്കും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതുകൂടാതെ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അതായത് രോഗം ബാധിച്ചവരെ കൊതുക് വലക്കുള്ളിൽ കിടത്തുക. സമഗ്രമായ കൊതുക് നശീകരണം വളരെ അത്യാവശ്യമാണ്. വെള്ളം കെട്ടി നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ആരോഗ്യകരമായ ക്രീമുകൾ പുരട്ടുക. സ്വയം ചികിത്സ വേണ്ട. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടണം. സ്വയം ചികിത്സകൾ ഒരിക്കലും രോഗം മാറാൻ സഹായിക്കില്ല. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. പഴങ്ങൾ കഴിക്കുവാനും പഴച്ചാറുകൾ കുടിക്കുവാനും ശ്രദ്ധിക്കണം. പ്ലേറ്റ്ലെറ്റുകൾ താഴ്ന്നു പോകാതെ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. മഴ ശക്തിയാർജിച്ചതോടെ കേരളത്തിലും എല്ലായിടത്തും ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചു വരികയാണ്. രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ മതിയായ ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ്. കൊതുകുകൾ പെരുകുന്നത് തടയാനായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡെങ്കിപ്പനിയുടെ പ്രധാന കാരണക്കാരൻ കൊതുക് തന്നെയാണ്. ഈഡിസ് ഈജിപ്തി, ഈഡിസ് ആൽഫോപിറ്റക്സ് എന്നീ 2 തരം പെൺകൊതുകുകളാണ് ഡെങ്കി വൈറസ് പരത്തുന്നത്. ആദ്യ ഇനം കൂടുതലും വീട്ടിനകത്തും രണ്ടാമത്തേത് പുറത്തുമാണ് കൂടുതലും കാണപ്പെടുന്നത്. ഒരു തവണ രോഗം വന്നവർക്ക് എല്ലാ കാലത്തേക്കും പ്രതിരോധശേഷി ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. 3 വർഷം കഴിഞ്ഞാൽ ഈ പ്രതിരോധശേഷി കുറയും. 5 തരം വൈറസുകൾ ഡെങ്കി പരത്തുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ തവണ പകരുന്നത് മറ്റൊരു വൈറസ് ആണെങ്കിൽ അത് കൂടുതൽ അപകടകരമാവുവാനും മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതാണ് ഡെങ്കിപ്പനി കൂടുതൽ ഗുരുതരമാക്കുന്നത്. ഡെങ്കിപ്പനിയെ ബ്രേക്ക് ബോൺ ഫീവർ എന്നും വിളിക്കാറുണ്ട്. കാരണം ഈ പനി വന്നാൽ ശരീരത്തിലും സന്ധികളിലും കടുത്ത വേദനയുണ്ടാകും. കൊതുകുകളിലൂടെയാണ് ഡെങ്കിപ്പനി പടരുന്നത്. ഈഡിസ് ഈജിപ്തി, ഈഡിസ് ആൽഫോപിറ്റക്സ് എന്നീ 2 തരം പെൺകൊതുകുകളാണ് ഈ രോഗത്തിൻ്റെ വാഹകർ. ഈ 2 കൊതുകുകളും പകൽ സമയത്താണ് കൂടുതലായും ആളുകളെ കടിക്കുന്നത്. പ്രതിരോധശേഷി കുറഞ്ഞവരെയാണ് ഡെങ്കിപ്പനി പെട്ടെന്ന് ബാധിക്കുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലേറ്റ്ലെറ്റ് വർദ്ധിപ്പിക്കുന്നതിന് പപ്പായ ഇലയുടെ നീര് സഹായകരമാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് കുടിക്കാവുന്നതാണ്. കിവി പഴം കഴിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ബീറ്റ്റൂട്ട് സാലഡായി കഴിക്കാവുന്നതാണ്. മാതള നാരങ്ങ കഴിക്കാവുന്നതാണ്. ലോകമെമ്പാടും കൊതുക് പരത്തുന്ന ഏറ്റവും വ്യാപകമായ വൈറൽ രോഗമാണിത്. സാധാരണയായി മഴക്കാലത്തും അതിനുശേഷവും ഡെങ്കിപ്പനി കേസുകളുടെ വർധനവ് കാണപ്പെടുന്നു. ഗർഭിണികൾക്ക് രോഗം ബാധിച്ചാൽ
ഗർഭാവസ്ഥയിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ പ്രസവ സമയത്തോ രോഗം പകരാം. അപൂർവ സന്ദർഭങ്ങളിൽ അവയവദാനം, രക്തപകർച്ച അല്ലെങ്കിൽ രക്ത ഉൽപ്പന്നങ്ങൾ എന്നിവയിലൂടെ രോഗം പകരാം. ഡെങ്കിപ്പനിയുടെ കാരണങ്ങൾ. 4 തരം വൈറസുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത്. ഡെങ്കിപ്പനിയുടെ വ്യാപനത്തിന് കാരണമായ ഏറ്റവും സാധാരണമായ 2 തരം കൊതുകുകൾ സാധാരണയായി മനുഷ്യരുടെ വാസസ്ഥലത്തിനടുത്താണ് കാണപ്പെടുന്നത്. സാധാരണയായി ഈ ഡെങ്കിപ്പനി പകരുന്നത് ഡെങ്കിപ്പനി ബാധിച്ച മനുഷ്യനെ കൊതുക് കടിക്കുന്നു. മനുഷ്യനെ കടിച്ച കൊതുകുകളിലേക്കാണ് വൈറസ് പ്രവേശിക്കുന്നത്. രോഗം ബാധിച്ച കൊതുക് മറ്റു മനുഷ്യരെ കടിക്കുകയും അവരെ ബാധിക്കുകയും ചെയ്യുന്നു. അതികഠിനമായ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ: പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക, മോണയിലോ മൂക്കിലോ രക്തസ്രാവം, കഠിനമായ വയറുവേദന, കരൾ വലുതാകൽ, ഛർദിയിലോ മലത്തിലോ രക്തം കാണപ്പെടുന്നത്, സ്ഥിരമായ ഛർദി എന്നിവ. ഡെങ്കിപ്പനിയുടെ രോഗനിർണയം. അണുബാധയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനും ഡെങ്കിപ്പനി നിർണയിക്കുന്നതിനും രക്തസാമ്പിൾ ആവശ്യമാണ്. രക്തസാമ്പിൾ ടെസ്റ്റ് ചെയ്താണ് ഡെങ്കിപ്പനി പോസിറ്റീവാണോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. RT-PCR ടെസ്റ്റും ചെയ്യാറുണ്ട്. ഈ മഴക്കാലത്ത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ് ഡെങ്കിപ്പനി പകരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രതിരോധ മാർഗം. കൊതുകുകടിയിൽ നിന്നും സംരക്ഷണം നേടുക, കൊതുകുകൾ ഉണ്ടാകുന്നത് തടയുക, കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ നശിപ്പിക്കുക, വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ആർക്കെങ്കിലും ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ അങ്ങനെയുള്ളവരെ നമ്മൾ മാറ്റി നിർത്തുക. അങ്ങനെയുള്ളവരെ കൊതുക് വലയ്ക്കുള്ളിൽ കിടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് ഡെങ്കിപ്പനിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.